സോ ഈ ഒരു വിക്ടോർസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബേസ് മോഡൽ മുതലേ ഒരുപാടധികം ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് കൊടുക്കുന്ന ഇലക്ട്രോണിക്കലി വൺ ടച്ച് ചെയ്യുന്ന ഒരു ടെയിൽ ഗേറ്റ് യൂണിറ്റ് ആണ് ഒരു വിക്ടോറിയസിൽ വന്നുള്ളത്. ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ഒരു കാര്യമാണ് ഈ ഒരു വിക്ടോറിയസിൽ വന്നുള്ളത്. ഇത് നമ്മൾ മാരുതിന് എക്സ്പെക്ട് ചെയ്ത ഒരുപാടധികം ഫീച്ചേഴ്സാണ് ഇപ്പോൾ നിലവിൽ സുസുക്കി രണ്ട് തരം കാറ്റഗറീസ് ഉള്ളത്. ഒന്ന് ഇൻഡസ് കാറ്റഗറി, രണ്ടാമത് നെക്സ കാറ്റഗറി. സോ ഒരു നെക്സ ടൈപ്സ് എഞ്ചിനാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. 3 തരം എഞ്ചിൻ ഓപ്ഷൻസ് ഈ ഒരു വെഹിക്കിൾ വരുന്നുണ്ട്. 1.5 ലിറ്റർ ഐസ്. അപ്പം നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഒരു ഗോൾഡൻ ഓഫറാണ് മാരുതി സുസുക്കി അനൗൺസ് ചെയ്തിട്ടുള്ളത് ടു ദ വിക്ടോറിയസിൻ്റെ ZXi CNG വേരിയൻ്റ് എൻ്റെ കൂടെ ഉള്ളത്. സോ ഒരു വെഹിക്കിൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയുള്ളത് മാരുതി സുസുക്കി രണ്ട് തരം കാറ്റഗറീസ് ഉള്ളത്. ഒന്ന് ഇൻഡസ് കാറ്റഗറി, രണ്ടാമത് നെക്സ കാറ്റഗറി. സോ ഒരു നെക്സ കാറ്റഗറി വരുന്ന ഒരു പ്രീമിയം വെഹിക്കിൾസ് ആണ് ഫ്രോങ്സ്, അതുപോലെ തന്നെ ബലാനോ, ഗ്രാൻഡ് വിറ്ററ. സോ നേരെ താഴത്തെ അറീന കാറ്റഗറിയിൽ പോകുന്ന സമയത്ത് വരുന്നുണ്ട് ബ്രസ, അതുപോലെ തന്നെ സ്വിഫ്റ്റ്, വിക്ടോറിയസ് വരുന്നത്. സോ ഇന്നെൻ്റെ കൂടുതൽ വിക്ടോറിയസ് ആണ്. ഇൻഡസ് മോട്ടോഴ്സിൽ വരുന്ന ഒരു വെഹിക്കിളാണ് വിക്ടോറിയസ്. സോ നമുക്ക് അടുത്ത് പരിചയപ്പെടാം ഈ ഒരു വെഹിക്കിളിന് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ഏത് വേരിയൻറ്റിലാണ് ഓഫർ ചെയ്യുന്നത്, എല്ലാതും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് ഹൃദ്യമായി സ്വാഗതം. വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഗായ്സ്. അപ്പോൾ ഇതാണ് മാരുതി സുസുക്കി വിക്ടോറിയസ് ZXi പറഞ്ഞ വേരിയൻറ്റ്. സോ ഇത് നേരെ മേലെ പോകുന്ന വേരിയൻ്റാണ് ZXi പ്ലസ്. അതിലും ഇതിലും കുറച്ച് ഡിഫറൻസ് ആണ് വരുന്നത്. ചെറിയ എമൗണ്ടിൻ്റെ ഡിഫറൻസുമാണ് ഈ രണ്ട് വേരിയൻറ്റും തമ്മിൽ വരുന്നത്. സോ ഈ ഒരു വിക്ടോറിയസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബേസ് മോഡൽ മുതലേ ഒരുപാടധികം ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് കൊടുക്കുന്ന ഒരു മോഡലാണ് മാരുതി സുസുക്കി വിക്ടോറിയസ്. അതുപോലെ തന്നെ നമുക്ക് 3 തരം എഞ്ചിൻ ഓപ്ഷനിൽ ഒരു വെഹിക്കിൾ അവൈലബിൾ ആണ്. അത്യാവശ്യം മൈലേജും ഒരു വെഹിക്കിൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. ആ ഒരു 3 എഞ്ചിൻ ഓപ്ഷൻസ് ഞാൻ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാം ഈ ഒരു വെഹിക്കിളിനെ കുറിച്ച് പറയുന്ന സമയത്ത്. സോ വിക്ടോറിയസ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാടധികം ഫാൻ ബേസാണ് ഇന്ത്യയിൽ. ഫാമിലി പർപ്പസിനായിട്ടും ഒരുപാട് രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു വെഹിക്കിളാണ് വിക്ടോറിയസ്. അതുപോലെ തന്നെ ഒരു ബ്രാൻഡ് വാല്യൂവിനെ കുറിച്ച് പറയുന്ന സമയത്ത് എല്ലാവരുടെയും വീട്ടിൽ ഫസ്റ്റ് വന്ന ഒരു വെഹിക്കിളിൽ ഒന്നായിരിക്കും മാരുതി സുസുക്കിയുടെ ഒരു വെഹിക്കിൾ. അത് സ്വിഫ്റ്റ് ആവാം, 800 ആവാം, ആൾട്ടോ ആവാം. അങ്ങനെ ഒരുപാടധികം ഫാൻ ബേസും അതുപോലെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു മോഡലും അല്ലെങ്കിൽ ഒരു ബ്രാൻഡാണ് മാരുതി സുസുക്കി. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് കണ്ടു തുടങ്ങാം. സോ മൂവ് ടു ദ ഫ്രണ്ട് പ്രൊഫൈൽ. സോ ഇതാണ് ഓവറോൾ ഏറ്റവും പുതിയ വിക്ടോറിയസിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. സോ ഇതിന് ഫ്രണ്ടിൽ തന്നെ സുസുക്കിയുടെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്രോം പ്ലേറ്റിങ്ങും നമുക്ക് ഒറ്റ നോട്ടിൽ കാണാൻ സാധിക്കും. ഇതൊരു പരസ്പരം കണക്റ്റഡ് ആയ ഒരു DRL യൂണിറ്റാണ്. സോ ഇത് ശരിക്കും ഒരു ക്രോം പ്ലേറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തുള്ളത്. സോ ഇതിന് നേരെ മേലെ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ ഒരു ബ്ലാക്ക് ഫിനിഷും നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ അത് നേരെ DRL കയറിക്കുന്ന രീതിയിലാണ് ആ ഒരു പോർഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ ഡോട്ടിൻ്റെ രീതിയിലാണ് ഇതിൻ്റെ ഒരു DRL യൂണിറ്റ് എന്നാണ്. അതിൽ തന്നെ 10 ഇൻഡിക്കേറ്റേഴ്സ് ആയത് പ്രവർത്തിക്കുന്നത്. സോ നേരെ താഴെ ഹെഡ്ലൈറ്റ് ഒരു പ്രൊജക്ടൽ LED ലാംപ്സ് ആണ് ഈ ഒരു വെഹിക്കിൾ എന്നുള്ളത്. നേരെ താഴെ ഫോഗ് ലാമ്പ് യൂണിറ്റും കൊടുത്തിട്ട് അതും പ്രൊജക്ടൽ LED ഫോഗ് ലാമ്പ് യൂണിറ്റാണ് ഈ ഒരു വെഹിക്കിൾ വന്നത്. എയർ കർട്ടൻസും നമുക്ക് ഒരു പോർഷനിൽ കാണാൻ സാധിക്കും. സോ ടോപ്പ് എൻഡ് പോകുന്ന സമയത്ത് 360 ഡിഗ്രി ക്യാമറ അഡാസ് ഫീച്ചേഴ്സാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ മിസ് ഔട്ടാണിത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ. നമുക്കൊരു റഡാർ കാണാൻ സാധിക്കും. സോ ഡെമ്മി റഡാറാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഡുവൽ ബമ്പേഴ്സാണ് ഫ്രണ്ടിൽ വന്നത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ വരുന്നത്. 17 ഇഞ്ച് വീൽസാണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. 4 വീല് ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. അനദർ പ്ലസ് പോയിന്റ്. സോ ഒരു വീൽസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു 5 സ്പോക്ക് വീലാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ സുസുക്കിയുടെ ലോഗോ കാണാൻ സാധിക്കും. സോ ഇതാണ് സൈഡ് വ്യൂ മിറേഴ്സ് എന്നുള്ളത്. ബോഡി ഗാർഡ് സൈഡ് വ്യൂ മിറേഴ്സ് എന്നുള്ളത്. ബേസ് മോഡൽ മുതലേ ഈ ഒരു മിറേഴ്സിലാണ് 10 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തുള്ളത്. സാധാരണ നമ്മൾ ഈ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 10 ഇൻഡിക്കേറ്റേഴ്സ് ഫെൻഡറിലാവും കൊടുക്കുക. പക്ഷേ ഇതിൻ്റെ 10 ഇൻഡിക്കേറ്റേഴ്സ് ബേസ് മോഡൽ മുതലേ ഈ ഒരു മിററിലാണ് കൊടുത്തുള്ളത്. അനദർ പ്ലസ് പോയിന്റ് ഡോർ ഹാൻഡിൽ കാണാൻ സാധിക്കും. ബേസ് മോഡലിൽ റിക്വസൻസ് പാറ്റേൺസ് ഉണ്ട്. സോ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ബേസ് മോഡ് മുതൽ വരുന്നുണ്ട്. അനദർ പ്ലസ് പോയിന്റ്. സോ ഇതാണ് ഓവർ ഇതിനൊരു സൈഡ് പ്രൊഫൈൽ. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തിട്ട് ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് ഈ വെഹിക്കിൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതുപോലെ തന്നെ ഈ ഒരു സ്ലോപ്പിംഗ് ഒക്കെ അത്യാവശ്യം ഒരു സ്പോർട്ടി കൂപ്പേ ഡിസൈനിലാണ് ഇതിൻ്റെ സ്ലോപ്പിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. റൂഫ് റെയിൽ കാണാൻ സാധിക്കും. ഹൈമോൺ സ്റ്റോപ്പിനാകുമ്പോൾ ഷാർഫിൻ ആൻറ്റിനി ഒരു ഇൻബിൽഡ് സ്പോയിലർ യൂണിറ്റും നമുക്ക് റിയറിൽ കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു റിയർ പ്രൊഫൈൽ വരുന്നത്. സോ റിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ഡൈനാമിക് ടൈലാം യൂണിറ്റാണ്. അത്യാവശ്യം അട്രാക്റ്റീവ് രീതിയിലാണ് ആ ഒരു ടൈലാം യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സുസുക്കിയുടെ വലിയ ലോഗോ കൊടുത്തിട്ടുണ്ട്. വിക്ടോറിയസിൻ്റെ ഒരു ബാഡ്ജിങ്ങും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ടിഫോക്ക് ലൈൻസ്, റിയർ വ്യൂ വൈപ്പേഴ്സും നമുക്കിവിടെ ഒരു മോഡലിൽ ബാക്കിൽ കാണാനായിട്ട് സാധിക്കും. റിയർ ബമ്പേഴ്സിലും പാർക്ക് സെൻസേഴ്സും ഉണ്ട്. റിഫ്ലക്ഷൻ യൂണിറ്റും ഒരു ഡിഫ്യൂസർ പോർഷനിലാണ് വന്നിട്ടുള്ളത്. ഒരു ഡുവൽ ടോൺ ഡിഫ്യൂസറാണ് ഈ ഒരു വിക്ടോറിയസിന് വന്നിട്ടുള്ളത്. സോ ടെയിൽ ഗേറ്റ്
ഇലക്ട്രോണിക്കലി വൺ ടച്ച് ചെയ്യുന്ന ഒരു ടെയിൽ ഗേറ്റ് യൂണിറ്റ് ആണ് ഒരു വിക്ടോറിയസിൽ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് വിളിക്കാൻ സാധിക്കും ഈ ഒരു ഫീച്ചർ. സോ ഇതൊരു CNG വെഹിക്കിളാണ്. നമുക്ക് ഇതിൻ്റെ CNG സിലിണ്ടേഴ്സ് കാര്യങ്ങളൊന്നും ബൂട്ടിൽ കാണാൻ സാധിക്കില്ല. കണ്ടോ, ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് ഇതിൻ്റെ CNG സിലിണ്ടേഴ്സ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ താഴെ അതിൻ്റെ മെയിൻ റീസൺ ബൂട്ട് സ്പേസ് കട്ടായ രീതിയിലാണ് താഴെ ഇതിന് സിലിണ്ടേഴ്സ് കൊടുത്തുള്ളത്. അനദർ പ്ലസ് പോയിന്റ്. ശരിക്കും ഈ ഒരു സെഗ്മെന്റിലെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബൂട്ട് സ്പേസിൽ ഇല്ല ഒരു സിലിണ്ടർ കാണാതെ താഴെ കൊടുത്തുള്ളത്. ശരിക്കും ഒരു ബിഗ് ലൈക്ക് നമുക്ക് സുസുക്കിയിൽ കൊടുക്കാൻ സാധിക്കും. സോ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ്, റീഡിംഗ് ലാമ്പ്, 2 ലോഡർ ചാർജിങ് സോക്കറ്റും നമുക്ക് റിയറിൽ വന്നിട്ടുണ്ട്. 60 ഫ്ലോർ സ്പ്ലിറ്റഡ് സീറ്റ് വന്നിട്ടുള്ളത്. പാർസൽ ട്രേ നമുക്കൊരു വെഹിക്കിൾ കാണാനായിട്ട് സാധിക്കും. സോ വൺ ടച്ച് ഓപ്പണിങ് ക്ലോസിങ്ങും ഒരു വെഹിക്കിൾ വരുന്നുണ്ട്. സോ CNG കാരണം നമുക്ക് CNGയുടെ ബാഡ്ജിങ്ങും ഒരു റിയർ വിൻഷീൽഡ് വരുന്നുണ്ട്. സോ അതുപോലെ റിവേഴ്സ് ക്യാമറ ഒരു വെഹിക്കിൾ വരുന്നുണ്ട്. സോ ടോപ്പ് എൻഡ് പോകുന്ന സമയത്ത് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. സോ ടോപ്പിൻ്റെ നേരെ താഴത്തെ വരുന്നുണ്ട് ZXi. സോ അതിലാണ് റിയർ വ്യൂ ക്യാമറ വരുന്നത്. സോ ഇനി ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഡോർ ഹാൻഡിൽ റിക്കോസെൻസ് ബട്ടൺ ബേസ് മോഡൽ ഇതിൽ വരുന്നുണ്ട്. സോ മീൻസ് ഈ ഒരു പുഷ്പട്ട സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബേസ് മോഡൽ മുതലേ വരുന്നുണ്ട്. അനദർ പ്ലസ് പോയിന്റ്. സോ ഡോർ പാഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ഡുവൽ ടോൺ കളറിലാണ് ഈ ഒരു ഡോർ പാഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ ഒരു എലമെൻറ്റ് ടച്ചബിൾ ആയിട്ടുള്ള എലമെൻ്റ് ആണ്. സോ നമുക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ എലമെൻറ്റ്സും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അനദർ പ്ലസ് പോയിന്റ്, ഡോർ ലോക്ക് അൺലോക്കും കാണാൻ സാധിക്കും. ഡോർ ഹാൻഡിലും ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. പവറിൻ്റെ സ്വിച്ചസ് ബേസ് മോഡിൽ മുതലേ വരുന്നുണ്ട്. ഡ്രൈവർ സൈഡ് വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ് പവർ വിൻഡോസ് വരുന്നത്. ലോക്ക് അൺലോക്ക്, വിൻഡോ ലോക്ക് ബട്ടൺ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. വാട്ടർ ബോട്ടിൽ ഹോൾഡറും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ യൂണിറ്റും ഈ ഒരു ഡോർ പാഡിൽ വരുന്നുണ്ട്. ഒരു ട്വിറ്ററും ഈ ഒരു ഡോർ പാഡിൽ വരുന്നുണ്ട്. സോ ഇനി സീറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. അതുപോലെ ഇവിടെ കുറച്ച് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഫ്യൂൽ CNG ചേഞ്ച് ചെയ്യുന്നത്, ട്രാഷിംഗ് ഓഫ് ചെയ്യുന്ന ബട്ടൺ, പവർ സ്വിച്ച് ഓഫ് ചെയ്യുന്നത്. അതായത് ടെയിൽ ഗേറ്റ് പവർ യൂണിറ്റ് എന്ന് പറയും. സോ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇൻറ്റീരിയർ ഇരുന്നിട്ട് ഈ ഒരു ഓപ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഇൻറ്റീരിയർ ഇരുന്നിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അനദർ പ്ലസ് പോയിന്റ്. ശരിക്കും ഒരു പ്രീമിയം വെഹിക്കിൾ കണ്ടിരുന്ന ഫീച്ചറാണ് ഡ്രൈവർ സൈഡിൽ നിന്ന് കൺട്രോൾ ചെയ്യേണ്ടത്. അത് നമ്മൾ വിക്ടോറിയസിൽ വന്നിട്ടുണ്ട്. പാവങ്ങളുടെ ലക്ഷറി ബ്രാൻഡായ മാരുതി സുസുക്കിയിലും ആ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. അനദർ പ്ലസ് പോയിന്റ്. ഒരുപാടധികം പ്ലസ് പോയിന്റ് നമുക്ക് ഒരു വെഹിക്കിളിൽ പറയാനായിട്ട് സാധിക്കും. സോ ഇനി ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് സ്റ്റിയറിംഗ് വീലിനെ കുറിച്ചാണ്. ഇന്ന് വരെ സുസുക്കി ലൈനപ്പിൽ കാണാത്ത ഒരു ന്യൂ മോഡേൺ ഡിസൈനിലാണ് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബേസ് മോഡൽ മുതലേ സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾ യൂണിറ്റ് വരുന്നുണ്ട്. അനദർ പ്ലസ് പോയിന്റ്, സുസുക്കി ലോക്ക് കാണാൻ സാധിക്കും. സോ അതുപോലെ തന്നെ ഈ ഒരു എലമെൻറ്റൊക്കെ ഒരു പ്യുവർ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തുള്ളത്, ഗ്ലോസി ബ്ലാക്ക്. സോ അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവ് ഫീലും നമുക്ക് ലഭിക്കും ആ ഒരു എലമെൻറ്റ്സ് കാണുന്ന സമയത്ത്. നെക്സ്റ്റ് പോയിന്റ്, ഫുള്ളി ഡിജിറ്റൽ ആ ഒരു ക്ലസ്റ്റർ യൂണിറ്റാണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. സ്പീഡോമീറ്റേഴ്സ് കാണാൻ സാധിക്കും, RPM ഗേജ്. സോ നേരെ താഴെ ഫ്യൂൽ ഗേജും CNG ലെവലും നമുക്ക് താഴെ കാണാൻ സാധിക്കും. സോ ഈ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്യുന്ന സമയത്ത് രണ്ടും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പെട്രോളിനും CNGക്കും നമുക്ക് രണ്ടും ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് സ്റ്റിയറിംഗ് മുകളിൽ ഈ ഒരു കൺട്രോൾ അനുസരിച്ചിട്ട് ഒരു ക്ലസ്റ്ററിൽ ഒരുപാടധികം ഇൻഫർമേഷനും അറിയാൻ സാധിക്കും. സോ ഈ ഒരു ക്ലസ്റ്ററിൽ ഒരുപാടധികം ഇൻഫർമേഷൻ വരുന്നുണ്ട് ഈ ഒരു വെഹിക്കിളിൻ്റെ. അത്രയും ഇൻഫർമേഷനാണ് ഈ ഒരു വെഹിക്കിളിൽ വരുന്നത്. ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്ററാണ്. അനദർ പ്ലസ് പോയിന്റ്. സോ നേരെ സെൻട്രൽ കൺസോളിൽ പോവുകയാണെങ്കിൽ 7 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റം ബേസ് മോഡൽ മുതലേ വരുന്നുണ്ട്. അനദർ പ്ലസ് പോയിന്റ്. ശരിക്കും വാല്യൂ ഫോർ മണി വരുന്നത് ബേസ് മോഡലാണ്. സോ നിങ്ങളൊരു വെഹിക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് വേരിയൻറ്റ് ശരിക്കും വാല്യൂ ഫോർ മണി എന്ന് വിളിക്കാൻ സാധിക്കുന്ന ഒരു വേരിയൻ്റാണ് ബേസ് വേരിയൻറ്റ് LXi വേരിയൻറ്റ്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ബേസ് മോഡലാണോ അതോ ഈ ഒരു മിഡിൽ ഓപ്ഷൻ ഇഷ്ടം, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ബേസിൽ മുതലേ ഈ ഒരു ഇൻഫോടൈം സിസ്റ്റം വരുന്നുണ്ട്. സോ ബേസ് മോഡിൽ നമുക്ക് ക്യാമറ ഉണ്ടായിരിക്കില്ല, ക്യാമറ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യണം. ഹസാർഡ് ലാമ്പ്, AC വെൻറ്റിലാണ്. മാനുവലി കൺട്രോൾ ചെയ്യുന്ന ക്ലൈമറ്റ് കൺട്രോളാണ് ഈ ഒരു വെഹിക്കിൾ വന്നുള്ളത്, AC. അതുപോലെ വോളിയം ബട്ടൺ, ഫിസിക്കലാണ് വോളിയം ബട്ടൺ വരുന്നത്. നേരെ താഴെ ഒരു വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തുള്ളത്. അനദർ പ്ലസ് പോയിന്റ്. ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ശരിക്കും വേണ്ടതാണ് ഈ ഒരു വയർലെസ് ചാർജിങ് പോർട്ട്. ആരിപ്പോൾ ഒരു വയേർഡായി യൂസ് ചെയ്യില്ല. വയർലെസ് ആണെങ്കിൽ പെട്ടെന്ന് ഈസി ടു ആക്സസ് ആണ്. ഫോൺ ജസ്റ്റ് വെച്ച് കൊടുത്ത് തന്നെ ഓട്ടോമാറ്റിക് ചാർജ് ആവും. നേരെ താഴെ 2 ലോഡർ ചാർജിങ് സോക്കറ്റ്, ഒരു USB പോർട്ടും നമുക്കത് കാണാൻ സാധിക്കും. പിന്നെ ഒരു വെഹിക്കിളിലെ മെയിൻ ഹൈലൈറ്റ് പറയുന്നത് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും അതുപോലെ 5 സ്പീഡ് CVT ഗിയർ ബോക്സ് ആണ് ഇതിൽ വരുന്നത്. CVT മീൻസ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ കീ വരുന്നത്. ലോക്കും അൺലോക്കും ടെയിൽഗേറ്റ് ഓപ്പണിംഗ് ഫംഗ്ഷൻ ഈ ഒരു വെഹിക്കിൾ വരുന്നുണ്ട് ഒരു കീയിൽ.
നോർമൽ നമ്മൾ ബേസിക് കീ ആണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. സോ 2 കപ്പ് ഹോൾഡേഴ്സും കാണാൻ സാധിക്കും. മേളിൽ ഹാൻഡ് ബ്രേക്ക്, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹാൻഡ് റെസ്റ്റ്, താഴെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സോ നേരെ സെൻട്രലോട്ട് പോവുകയാണെങ്കിൽ ഓട്ടോ ഡിമ്മിങ് റിയർ വ്യൂ മിറേഴ്സ് വന്നിട്ടുള്ളത്, സൺഷെയ്ഡ് മിറർ വന്നിട്ടുണ്ട്, ഒരു സൺഗ്ലാസ് ഹോൾഡർ ആൻഡ് റീഡിംഗ് ലാംപ്സ്, SOS ബട്ടൺ, ഒരു സേഫ്റ്റി പരമായ ബട്ടണാണ് SOS ബട്ടൺ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് എടുത്തുള്ള കണക്ടിവിറ്റി നമ്മൾ കോൺടാക്ട് ചെയ്യും. സോ അതൊരു പ്ലസ് പോയിന്റ് ആണ് സേഫ്റ്റി പരമായ ഫീച്ചേഴ്സ്. ഇവിടെയും മിറർ വന്നിട്ടുണ്ട്. ഒരു ലാമ്പ് ഇതിൽ മിസ് ഔട്ടാണ്. സോ ഈ ഒരു എലമെന്റ് ഡോർപ്പേൽ കണ്ട പോലെ ഒരു ടച്ചബിൾ ആയിട്ടുള്ള ഗ്ലോസി ബ്ലാക്ക് എലമെന്റ്സ് ആണ് ഈ ഒരു പോർഷനിൽ വന്നുള്ളത്. അവിടെ AC വെന്റ് കാണാൻ സാധിക്കും. ഗ്ലോ ബോക്സ്, അത്യാവശ്യം സ്പേഷ്യസ് ഉള്ള ഗ്ലോ ബോക്സ് ആണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് ക്യാബിൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ ഫീച്ചർ ഇഷ്ടപ്പെട്ടു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് പറയാം. സോ ഇനി സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. കണ്ടോ, അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് ഒരു ക്യാബിനിൽ വരുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പാഡ് എന്ന് കണ്ടു തുടങ്ങാം. ഇവിടെയും ഒരു ഡുവൽ ടോൺ കളറിലാണ് ഇതിന് ഡോർ പാഡ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ കണ്ട ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ടച്ചബിൾ എലമെൻറ്റ് ഈ ഒരു റിയർ ഡോറിലും വന്നിട്ടുണ്ട്. കണ്ടോ, അത് ഒരു ടച്ചബിൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡോർ ലോക്ക് അൺലോക്കും പവർ സ്വിച്ചസും നമുക്ക് വെഹിക്കിൾ വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സോ ഇനി നെക്സ്റ്റ് പറയാനുള്ളത് അതിൻ്റെ സ്പേസസ് ആണ്. ഇരുന്ന് കാണിച്ചു തരാം ആ ഒരു സ്പേസ്. ഇപ്പം ഞാൻ ഡ്രൈവിംഗ് പൊസിഷനിലാണ്, എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് ഞാൻ ഒരു സീറ്റ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത്രയും ലെഗ് റൂം എനിക്ക് ലഭിക്കുന്നുണ്ട്. പ്ലസ് പോയിന്റ്. സോ ഇനി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് റിയർ AC വെൻറ്റുകൾ വന്നിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യുന്ന നോബാണ് ഈ ഒരു താഴെ കൊടുത്തിട്ടുള്ളത്. 2 സീപോർട്ട് ചാർജിങ് സോക്കറ്റും ഒരു വെഹിക്കിൾ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഫ്രണ്ടിൽ സീപോർട്ടില്ല, USB പോർട്ട് വന്നുള്ളത്. സോ നിങ്ങൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് വൈഡായിട്ട് ചാർജ് ചെയ്യാനും സാധിക്കും. സോ ഈ റീഡിംഗ് ലാമ്പൊക്കെ ഒരു സൈഡ് പോർഷനിൽ കൊടുക്കാനുള്ള മെയിൻ റീസൺ ടോപ്പിൻ്റെ പോകുന്ന സമയത്ത് ഒരു പാനോറമിക് സൺ റൂഫ് വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഒരു 2 സൈഡിലും റിയറിൽ ഒരു റീഡിംഗ് ലാമ്പ് വെച്ചിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ സീറ്റ് വരുന്നത്. സീറ്റും അത്യാവശ്യം നല്ല കംഫർട്ടബിളി ഇരിക്കാൻ പറ്റിയ സീറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 കപ്പ് ഹോൾഡേഴ്സും കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു റിയർ ക്യാബിൻ എന്ന് പറയുന്നത്. ഹെഡ് റൂം ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂം നമുക്ക് ലഭിക്കുന്നുണ്ട്. അനന്തര പ്ലസ് പോയിന്റ് ഹെഡ് റൂം. ഒരുപാടധികം പ്ലസ് പോയിന്റ് നമുക്കൊരു വെഹിക്കിൾ പറയാൻ സാധിക്കും. കാരണം ഇന്നത്തെ ഒരു ബ്രാൻഡിൽ ഇത്രയധികം ഫീച്ചേഴ്സ് കൊണ്ടുവരാന്ന് പറയുന്നത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് ഈ ഒരു വിക്ടോറിയസിൽ വന്നുള്ളത്. ശരിക്കും നമ്മൾ മാരുതിയിൽ എക്സ്പെക്ട് ചെയ്ത ഒരുപാടധികം ഫീച്ചേഴ്സാണ് ഇപ്പോൾ നിലവിൽ മാരുതി അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇനിയും ഒരുപാടധികം ഫീച്ചേഴ്സ് വരാനുള്ള ഒരു ബ്രാൻഡിൽ ഒന്നാണ് മാരുതി സുസുക്കി. പാവങ്ങളുടെ ലക്ഷറി ബ്രാൻഡായിട്ടുള്ള മാരുതി സുസുക്കി. സോ ഇനി എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 3 ടൈപ്സ് എഞ്ചിനാണ് ഈ ഒരു വെഹിക്കിൾ വരുന്നത്. 3 തരം എഞ്ചിൻ ഓപ്ഷൻസ് ഈ ഒരു വെഹിക്കിൾ വരുന്നുണ്ട്. 1.5 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിനും 1.5 ലിറ്റർ മൈൽഡ് ഹൈബ്രിഡ് എഞ്ചിനും 1.5 ലിറ്റർ CNG ഓപ്ഷനിലും ഒരു വെഹിക്കിൾ വരുന്നുണ്ട്. നമുക്കൊരു 3 തരം എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. സ്ട്രോങ് ഹൈബ്രിഡ് ആണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. നോർമൽ ഹൈബ്രിഡ് ആണെങ്കിലും സ്മാർട്ട് ഹൈബ്രിഡ് ആണെങ്കിലും അതിലും അത്യാവശ്യം മൈലേജ് കിട്ടും. CNG ആണെങ്കിലും നിങ്ങൾക്കറിയാമല്ലോ അത്യാവശ്യം മൈലേജ് ക്ലെയിം ചെയ്യുന്നുണ്ട് CNG ഓപ്ഷനിൽ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു CNG ഓപ്ഷനാണ്. 1.5 ലിറ്റർ അറൗണ്ട് 88 PHP പവറും 121 ന്യൂട്ടൺ ടോർക്കാണ് ഈ ഒരു വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം വേണ്ട പോപ്കേസ് ഈ ഒരു വെഹിക്കിൾ തരുന്നുണ്ട്. അതുപോലെ തന്നെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഒരു 30 to 35 മൈലേജ് ക്ലെയിം ചെയ്യുന്നുണ്ട് ഒരു CNG ഓപ്ഷനിലും. സോ CNG ആണെങ്കിൽ നമുക്ക് ബൂട്ട് സ്പേസിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ബൂട്ട് സ്പേസ് നമുക്ക് ഏത് വേരിയൻ്റ് എടുത്താലും ഒട്ടനവധി സ്പേസ് നമുക്കൊരു ബൂട്ട് സ്പേസിൽ വരുന്നുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു എഞ്ചിൻ ബേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മാരുതി സുസുക്കി വിക്ടോറിയസ് ZXi CNG വേരിയൻ്റ് വരുന്നത്. സോ അത് നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ ഒരു വെഹിക്കിൾ കിട്ടും. പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. അത്യാവശ്യം ഓഫേഴ്സും ഈ ഒരു വെഹിക്കിൾ വരുന്നുണ്ട്. 2.50 ലാഖിൻ്റെ ഓഫേഴ്സാണ് മാരുതി സുസുക്കി അനൗൺസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വിക്ടോറിയസ് SUVക്ക്. സോ നിങ്ങൾ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. റെഡി സ്റ്റോക്കിന് അവൈലബിൾ ആണ്. ലിമിറ്റഡ് സ്റ്റോക്കും നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്കിൻ്റെ അവൈലബിൾ ആണ്. സോ ഡോണ്ട് വേസ്റ്റ് ടൈം. പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. മോർ ഡീറ്റെയിൽസ് താഴെ നമ്പർ കൊടുത്തിന് അവരെ കോൺടാക്ട് ചെയ്യാം. സീ ഗൈസ് നെക്സ്റ്റ് വീഡിയോ കാണാം.